ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തിരുവചനത്തിൽ ഈശോ തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു: നിങ്ങൾ ലോകത്തിന്റേതല്ലാത്തതുകൊണ്ട് ലോകം ഞങ്ങളെ വെറുക്കും. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എന്നെയോ എന്റെ പിതാവിനെയോ അറിയില്ല. ഞാൻ ഒന്ന് സംസാരിച്ചതുകൊണ്ട് അവർക്ക് പാപത്തെക്കുറിച്ച് ഒഴികഴിവില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷി നൽകുമെന്നും, അതുപോലെ ആരംഭം മുതൽ നിങ്ങൾ എന്നോടുകൂടെ ഉള്ളവരായിരുന്നതുകൊണ്ട് നിങ്ങളും സാക്ഷി നൽകുമെന്നും പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ തിരുവചനത്തിൽ ഈശോ സംസാരിക്കുന്നത് മാമോദീസ വഴി ഈശോയുടെ മക്കളായി തീർന്ന നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കാതെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ കടപ്പെട്ടവരാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നാം സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം. ആദിമസഭ മുതൽ ഇന്നോളം സഭാപീഡനങ്ങൾ ഉണ്ടാകാറുണ്ട്. നാം ഈ ലോകത്തിന്റെ മക്കൾ അല്ലാത്തതുകൊണ്ട് മറ്റുള്ളവർ നമ്മെ ദ്വേഷിക്കും. ഇന്ന് നാം പലയിടത്തും ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനങ്ങളെ കുറിച്ച് കേൾക്കാറുണ്ട്. നാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി ജീവിച്ചാൽ ഏത് പീഡനങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ഈശോയുടെ ഒത്തുള്ള ശിഷ്യന്മാരുടെയും മറ്റു പല വിശുദ്ധരുടെയും ജീവിതം നമുക്ക് മാതൃകയാവട്ടെ. ഏത് പീഡനങ്ങൾ ഉണ്ടായാലും ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് മുന്നേറാം. ഈശോയുടെ ഒത്തുള്ള നിത്യജീവിതത്തിനായി ഒരുങ്ങാം. അതിനായി ഇന്ന് സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകട്ടെ. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.